പൽപ്പൊടിയും ഉമിക്കരിയും നല്ലതാണോ? പൽപ്പൊടിയും ഉമിക്കരിയും നല്ലത് തന്നെയാണ്. പക്ഷേ അതിനകത്തുള്ള കെമിക്കൽസ് എന്താണെന്ന് കൃത്യമായിട്ട് ഒരവലോകനം നടത്തിയിട്ടില്ല. കെമിക്കൽസ് ഇല്ല എന്ന് പറയരുത്, കാരണം എല്ലാ സാധനവും കെമിക്കലാണ്. വെള്ളം കെമിക്കലാണ്, നിങ്ങൾക്കറിയാലോ. ഹൈഡ്രജൻ ഓക്സൈഡ്, ഓക്സിജൻ കെമിക്കലാണ്, കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം കെമിക്കലാണ്. നിങ്ങളുടെ എല്ലാ മഞ്ഞപ്പൊടിയും എന്ത് പൊടി അതിനകത്തുണ്ടെങ്കിലും അതെല്ലാം അല്ലെങ്കിൽ നാച്ചുറലായിട്ട് ലഭിക്കുന്ന സാധനത്തിൽ അത് കെമിക്കലുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിമുട്ടി കഴിയുമ്പോൾ ഉണ്ടാകുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ടില്ല, അറിയില്ല. അതുകൊണ്ട് തന്നെ കെമിക്കൽ അല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു സാധനം ഉപയോഗിക്കേണ്ട. എല്ലാ സാധനത്തിനകത്ത് കെമിക്കലുണ്ട്. ഉപ്പിട്ടാൽ പോലും അതിനകത്ത് കെമിക്കലാണ്, കാരണം സോഡിയം ക്ലോറൈഡ്. അപ്പോൾ ഇതിനകത്തെ കൃത്യമായിട്ട് ഇത് രണ്ടും തമ്മിൽ മുട്ടിക്കഴിയും. ഇപ്പോൾ നിങ്ങൾ അതിനകത്ത് വെളുത്തുള്ളി ഇട്ടു, അതിനോടൊപ്പം തന്നെ നിങ്ങൾ കുറച്ച് ഗ്രാമ്പൂ ഇട്ടു. ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ട് എന്താണെന്ന് കൃത്യമായിട്ട് ആരും ചെക്ക് ചെയ്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് പുറത്ത് വന്നിട്ടില്ല. അതിൻ്റെ എല്ലാ കെമിക്കൽ കോമ്പോസിഷനും അറിയില്ല. ഇനി ഒരിടത്തു നിന്നുള്ള ഗ്രാമ്പും ഒരിടത്തു നിന്നുള്ള വെളുത്തുള്ളിയാണ് മേടിച്ചത്. പക്ഷേ ഇനി അടുത്ത വേറൊരു സ്ഥലത്ത് ചെന്നിട്ട് അതേ സാധനം തന്നെ, ഇപ്പോൾ പല സ്പൈസസും മേടിക്കുമ്പോൾ, പ്രത്യേകിച്ച് മുളകൊക്കെ നമ്മൾ കയറ്റുമതി ചെയ്യുമ്പോൾ അതിനകത്ത് നട്ടിൻ്റെ എമൗണ്ട് ഉണ്ടോ എന്ന് നോക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ ഗ്രൗണ്ട് നട്ട്സിൻ്റെയൊക്കെ എമൗണ്ട്. കാരണം ചില ആൾക്കാർക്ക് അവിടെ അലർജിയാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് അയക്കുന്ന മുളകിനകത്ത് നട്ട്സിൻ്റെ പ്രാവ് കാഷ്ടിച്ച നട്ട്സിൻ്റെ ഭാഗം പോലും ഉണ്ടെങ്കിൽ പലർക്കും അവിടെ അലർജി വരും. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അലർജി ഉള്ളവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്ന മുളക് റിജക്റ്റ് ചെയ്ത് വരാറുണ്ടെന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്ത് എന്താണ് കെമിക്കൽ അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ കൃത്യമായിട്ട് നമുക്കറിയില്ല. അതുകൊണ്ട് മാത്രമല്ല, ഇതിനകത്തുള്ള പൊടിയുടെ തരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പാർട്ടിക്കിൾ സൈസ് അനുസരിച്ചാണ് നമ്മുടെ പല്ലിൽ തേയ്മാനം വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പൊടികൾ ഉപയോഗിക്കുമ്പോഴുള്ള കുഴപ്പം പാർട്ടിക്കിൾ സൈസ് വളരെ കൂടുതലാണ്. അതേസമയം പേസ്റ്റിനകത്ത് ഉപയോഗിക്കുന്ന പാർട്ടിക്കിൾ സൈസ് നാനോ പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ ഇച്ചിരിയോടെ ചെറിയ പാർട്ടിക്കിൾസാണ്. ചെറിയ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കൊളോയിഡൽ സൈസ് എന്ന് പറഞ്ഞാൽ ഊതിയാ പറക്കുന്ന പോലത്തെ പാർട്ടിക്കിൾസാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പല്ലിൽ ഉരയ്ക്കുമ്പോൾ ഈ പാർട്ടിക്കിൾ ഉപയോഗിച്ച്, നമുക്കറിയാം വലിയ സാൻഡ് പേപ്പർ വെച്ച് ഉരയ്ക്കുമ്പോൾ കൂടുതൽ പോവുകയും ചെറിയ തിന്നായിട്ടുള്ള സാൻഡ് പേപ്പർ ഉപയോഗിക്കുമ്പോൾ ചെറിയ രീതിയിൽ മാത്രമേ ഉരസൽ സംഭവിക്കുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെ ഇതിനകത്തും ഉരസൽ സംഭവിക്കുന്നത് വളരെ കുറവാണ് പേസ്റ്റിനകത്ത്. അതുകൊണ്ട് തന്നെയാണ് പൽപ്പൊടിയോ അല്ലെങ്കിൽ ഉമിക്കരിയോ ഉപയോഗിക്കുന്നതിന് പകരം ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി ഞങ്ങൾ സാധാരണ പറയാറ്. ഇനി നിങ്ങൾക്കത് ഉപയോഗിക്കണോ, അതിനകത്തുള്ള 2-3 കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഒന്ന്, പൽപ്പൊടിയിലുണ്ടാകുന്ന മരുന്നുകളാണ്, വളരെ നല്ല മരുന്നുകളാണ്. ആയുർവേദ മരുന്നുകളെ വളരെയധികം നന്നായിട്ട് ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ മരുന്നുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ, നമ്മളിപ്പോൾ ഒരു മരുന്ന് നമ്മളിപ്പോൾ പാരസെറ്റമോൾ കൊടുക്കുകയാണ് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് കൊടുക്കുകയാണെങ്കിൽ അതൊരു ലിമിറ്റഡ് ടൈമിലേക്ക് 5 ദിവസത്തേക്ക് കഴിക്കണം, അല്ലെങ്കിൽ ഇന്ന ദിവസം വരെ കഴിക്കണമെന്ന് പറയും. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചാൽ നമ്മൾക്ക് വരുന്ന രോഗങ്ങളെ പലപ്പോഴും കാണാതെ പോകാനോ അല്ലെങ്കിൽ രോഗങ്ങളെ നമ്മൾക്ക് അറിയാതെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പാരസെറ്റമോൾ എല്ലാ ദിവസവും കഴിക്കുകയാണ്, തലവേദന വരാതിരിക്കാൻ വേണ്ടിയുള്ള പാരസെറ്റമോൾ എല്ലാ ദിവസവും കഴിക്കുകയാണ്. പക്ഷേ തലിനോടൊപ്പം തന്നെ കാലുവേദന വന്നാലും അറിയില്ല. കാരണം വെച്ചാൽ കാലുവേദന വന്നാലും ഈ പാരസെറ്റമോൾ തന്നെയാണ് കഴിക്കണത്. അപ്പോൾ അതുകൊണ്ട് കാലുവേദന വന്നാലോ കൈവേദന വന്നാലും അറിയില്ല. അപ്പോൾ പ്രശ്നങ്ങൾ ഗുരുതരമായതിനു ശേഷമേ കാലുവേദന മാറി കാല് പഴുപ്പായി കഴിയുമ്പോഴായിരിക്കും പലപ്പോഴും നമുക്ക് അറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ മരുന്നുകളായിട്ടുള്ള, അതിപ്പോൾ മരുന്നുകളായിട്ടുള്ള പേസ്റ്റുകളുണ്ട്, മരുന്നുകളായിട്ടുള്ള പൽപ്പൊടി മിക്കവാറും എല്ലാം തന്നെ മരുന്നാണ്. അതോടൊപ്പം തന്നെ നാച്ചുറലാണെന്ന് പറഞ്ഞ ഹെർബൽ മരുന്നുകളുള്ള ടൂത്ത് പേസ്റ്റുകളുണ്ട്. ഇനി അതല്ലാതെ വളരെയധികം പുളിപ്പ് മാറ്റാനുള്ള മരുന്നായിട്ടുള്ള ടൂത്ത് പേസ്റ്റുകളുണ്ട്, അല്ലാതെ മോണരോഗത്തിന് വേണ്ടുന്ന മരുന്നായിട്ടുള്ള ടൂത്ത് പേസ്റ്റുകളുണ്ട്. ഇങ്ങനെയുള്ള പേസ്റ്റുകളെല്ലാം ഉപയോഗിക്കുമ്പോഴും ഇതേ പ്രശ്നങ്ങൾ തന്നെ വരാനുണ്ട്. അതുകൊണ്ട് ടൂത്ത് പേസ്റ്റ് എല്ലാം നല്ലതാണ്, പൊടിയെല്ലാം മോശമാണെന്നല്ല. ടൂത്ത് പേസ്റ്റുകളിലും മരുന്നിൻ്റെ വിഭാഗം തന്നെയുണ്ട്. അങ്ങനെയുള്ളതുകൾ കൃത്യമായിട്ട് ആ രോഗത്തിൻ്റെ സമയത്ത് മാത്രം ആ പ്രശ്നങ്ങൾ കുറഞ്ഞു നിൽക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുക. ബാക്കിയുള്ളതിനൊന്നും മരുന്നുകൾ ഉപയോഗിക്കാതിരിക്കുക. മരുന്നുകളായിട്ടുള്ള സാധനങ്ങൾ കൃത്യമായിട്ട് ആ രോഗമുണ്ടാകുന്ന കാലത്ത് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം ഉപയോഗിക്കാനും ശ്രമിക്കുക. അല്ലെങ്കിൽ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പൽപ്പൊടി ഉപയോഗിക്കുന്നത് നിർത്തി നിങ്ങളുടെ പല്ലുകളിലെ തേയ്മാനം വരാതിരിക്കാൻ വേണ്ടി. ഇനി പൽപ്പൊടി ഉപയോഗിക്കേണ്ട സമയം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഒന്ന്, പൽപ്പൊടി ഉപയോഗിക്കാൻ പറ്റിയ ആളുകൾ മുറുക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് എല്ലാ കറയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. പൽപ്പൊടി ഒന്ന് ഉപയോഗിച്ചാൽ ഒന്ന് വെളുത്ത് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പുകയ്ക്കുന്ന ആളാണ്, പൽപ്പൊടി ഉപയോഗിച്ചാൽ അതൊന്ന് ആ പുകയും അതിൻ്റെ ഇതൊക്കെ പുകയ്ക്കുകയും മുറുക്കുകയും ചെയ്യരുത്. അങ്ങനെ പൽപ്പൊടിയും ഉപയോഗിക്കുന്നത് നിർത്തുക. എന്നിട്ട് പല്ലുകളെല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. മോണരോഗമുള്ളവർക്ക് പൽപ്പൊടി വളരെ ആശ്വാസം കൊടുക്കാറുണ്ട്. പക്ഷേ മോണരോഗത്തിന് കൃത്യമായിട്ട് ചികിത്സ എടുത്താൽ പൽപ്പൊടി വീണ്ടും നിർത്താൻ സാധിക്കും. ഞാൻ പല്ലു ഡോക്ടർ ഫോളോ ചെയ്യാൻ മറക്കരുത്.